സോഫ്റ്റ്വെയർ രംഗത്തെ അധികായരായ IBM കേരളത്തിൽ നിർമ്മിത ബുദ്ധി ഇന്നൊവേഷൻ കേന്ദ്രം തുടങ്ങും. കമ്പനി കേരളത്തിലേക്ക് വരുമ്പോൾ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും മികച്ച പിന്തുണ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് IBM സീനിയർ വൈസ് പ്രസിഡന്റും മലയാളിയുമായ ദിനേശ് നിർമ്മൽ പറഞ്ഞു. വൈദഗ്ധ്യമുള്ള ജീവനക്കാരെ ലഭിക്കുന്നുവെന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ മെച്ചമെന്നും അദ്ദേഹം പറയുന്നു. IBM-ന് കേരളത്തെക്കുറിച്ച് പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് വരുമ്പോൾ ആശങ്കകൾ ഏറെയായിരുന്നുവെന്ന് വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ പറഞ്ഞു. എന്നാൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 വർഷത്തിനിടെ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയോടടുത്തതായും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ AI കോൺക്ലേവിനെത്തിയതായിരുന്നു IBM വൈസ് പ്രസിഡന്റ്. വളരെ പോസിറ്റീവാണ്. നമുക്ക് വളരെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി നമ്മൾ വളരെ സ്റ്റാർട്ടപ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ടൈപ്പ് ഗവൺമെൻറ്റുമായിട്ടുള്ള ടൈപ്പ് കൊണ്ട് തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പ് വേണം, ഇൻറ്റേൺസിനെ വേണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയ ബെനിഫിറ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സ്കിൽസാണ്, സ്കിൽഡ് എംപ്ലോയീസ്. പ്രാവീണ്യമുള്ള മനുഷ്യവിഭവശേഷിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. സ്റ്റാർട്ടപ്പുകളും സർവകലാശാലകളുമായി കേരളത്തിൽ IBM സഹകരിക്കുന്നു. യുവതലമുറയ്ക്ക് തൊഴിൽ പ്രാവീണ്യം നൽകാൻ നിരവധി പദ്ധതികളുമായി സഹകരിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ മേഖലയിൽ ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഉൾപ്പെടെ കേരളത്തിലേക്ക് മലയാളികളെ തിരിച്ചുവരവ് നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഫ്യൂച്ചർ ഓഫ് ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ നമ്മുടെ യങ്ങർ ജനറേഷനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് റൈറ്റ് സ്കിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ എങ്ങനെ എനേബിൾ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇഫ് വി കനോട്ട് ഡു ദാറ്റ്, നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ the future of generative AI in Kochi, Kerala, India becomes very hard because skills are ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കോട്ടയം സ്വദേശിയായ ദിനേശ് നിർമ്മൽ IBM വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കമ്പനിയുടെ പുതിയ ഉൽപ്പന്നങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യാ വികസനം, മാർക്കറ്റ്, പുതിയ തൊഴിൽ മേഖലകൾ തുടങ്ങിയവയുടെ എല്ലാം ചുമതലക്കാരനാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.